വാർത്തകൾ ഇനി ആലുവ ലൈവ്. സുശീലാദേവി ആക്ഷൻ കൗൺസിലിന്റെയും വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ സമര പരിപാടി സംഘടിപ്പിച്ചു. സമര പരിപാടി അഭിവാദ്യങ്ങൾ. ആലുവ പുറയാർ സ്വദേശി സുശീലാദേവിയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ സംഘടിപ്പിച്ച സമരപരിപാടി വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് KH സദക്കത്ത് ഉദ്ഘാടനം ചെയ്തു. സുശീലാദേവിയുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതുവരെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KH സദക്കത്ത് പറഞ്ഞു. വേദനയോടും കൂടിയാണ് ഇതിനൊരു പ്രതിഷേധ പരിപാടിയിൽ വ്യക്തിപരമായിട്ട് പങ്കെടുക്കുന്നത്. 2022 മാർച്ച് മാസം 29-ാം തീയതി മരണത്തിന് കാരണമാകുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ പ്രവേശിപ്പിച്ച നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള അഡ്വക്കേറ്റ് സുചിത്രയുടെ മാതാവ് സുശീലാദേവി നമ്മുടെയൊക്കെ മാതാവാണ്. അവർ ഹോസ്പിറ്റലിൽ പ്രവേശിച്ച ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ICUലേക്ക് ആക്കുകയും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർക്ക് റൈൽസ് ട്യൂബ് ഇടുകയും ചെയ്തു. ഈ ട്യൂബിലൂടെ ഭക്ഷണം പിറ്റേ ദിവസം റൂമിലേക്ക് മാറ്റിയിട്ട് റൂമിൽ വെച്ചിട്ടാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 29-ാം തീയതി ആയപ്പോഴേക്കും ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണം പിറ്റേ മണിക്കൂറിൽ തന്നെ അവർ ഒമിറ്റ് ചെയ്യുന്ന ഛർദ്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് വെച്ചു. ഈ ഒരവസ്ഥ മകള് ഡോക്ടർമാരെ ബോധിപ്പിക്കുമ്പോൾ വീണ്ടും ICUലേക്ക് കൊണ്ടുപോകുകയും ആ റീൽസ് ട്യൂബ് മാറ്റുന്നതിനുള്ള നടപടി എല്ലാവരും ചെയ്തത് ഉടനെ തന്നെ ഒരു എക്സ്റേ എടുത്തു എന്ന ഒരു കൃത്രിമത്തിലാണ് ആ എക്സ്റേ കാണിച്ചു കൊടുക്കുകയാണ് മകളെ. ഈ ട്യൂബ് ഇപ്പോഴും ഉള്ളത് അന്നനാളത്തിലാണ്, ഈ ആമാശയത്തിലേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട്, അതവർക്ക് ബോധ്യവുമുണ്ട്. അത് പ്രശ്നമാകാതിരിക്കാൻ ഒരു അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള മകളെ കാണിച്ചു കൊടുക്കുന്നത് ഈ ട്യൂബ് ഇപ്പോഴും ആമാശയത്തിലെ അന്നനാളത്തിലേക്കാണ് എന്ന്. സുശീലാദേവി ആക്ഷൻ കൗൺസിൽ ചെയർമാൻ KM നാസറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വിമൻ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മേരി ജോർജ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മധു പുറക്കാട്, മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി അംഗം PMA ലത്തീഫ്, വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് ജില്ലാ പ്രസിഡന്റ് ജാസ്മിൻ സിയാദ്, സുശീലാദേവിയുടെ മകൾ അഡ്വക്കേറ്റ് സുചിത്ര, വിമൻ ജസ്റ്റിസ് ജില്ലാ ജനറൽ സെക്രട്ടറി രമണി കൃഷ്ണൻകുട്ടി, INL ജില്ലാ പ്രസിഡന്റ് KM ജലീൽ, PP സിയാദ് അലി, NR ചന്ദ്രൻ, മറീന വർഗീസ്, മുനീറ എന്നിവർ സംസാരിച്ചു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.